ഹായ് ഫ്രണ്ട്സ്, ഹലോ, എല്ലാവർക്കും വിജ്ഞാന വിനോദത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിനു ജോസഫ്. ജുബി ജെയിംസ്. നമ്മൾ ഈ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പം അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങാൻ പോകുമ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ഓർഗാനിക് ഫുഡ്സ്. അതെ, ഇപ്പം നമ്മള് കാണാറുണ്ട്. അതിപ്പം ഭയങ്കര പതിവായി ട്രെൻഡിങ് ആണ്. കാണാറുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു കുറച്ച് നാളായിരുന്നു തോന്നുന്നു ആൾക്കാർ അതിന് കുറച്ചും കൂടി എന്താ പറയാ, അതൊരു സ്റ്റാറ്റസ് സിമ്പിൾ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്. ഞങ്ങൾ കുറച്ചും കൂടി ഹെൽത്തി ആണ്, പിള്ളേർക്ക് കുറച്ചും കൂടി ഹെൽത്തി ഫുഡുകൾ. നമ്മുടെ ഇപ്പൊ നോർമൽ സൂപ്പർ മാർക്കറ്റ്സ് മാത്രമല്ല, അതിനായിട്ട് തന്നെ എന്താ ബ്രാൻഡ് ഫോം ചെയ്യുന്ന ഓർഗാനിക് സ്റ്റോഴ്സ് വരെ ഉണ്ട്. ഇതൊന്ന് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ പൾസസ്, സിറിൽസ് എല്ലാം റേഞ്ച് ഉണ്ട്. നമ്മൾ കഴിക്കുന്നതിന്റെ ഒരുവിധം എല്ലാം അവര് ഓർഗാനിക് ആയിട്ട് തരുന്നുണ്ട്. ഇപ്പം ബാംഗ്ലൂർ നമുക്കറിയാം ഇഷ്ടംപോലെ സ്റ്റോഴ്സ് നമ്മളിപ്പോ കാണുന്നുണ്ട്. നടക്കാവുന്ന ദൂരത്ത് തന്നെ ഓർഗാനിക് സ്റ്റോഴ്സ് ഉണ്ട്. നടക്കണ്ട, എന്തിന് നടക്കണം, നമ്മുടെ വീട്ടിൽ കൊണ്ട് തരുമല്ലോ. ഓൺലൈൻ സ്റ്റോഴ്സ് വരെ ഉണ്ട്, നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതുപോലെ എല്ലാ സാധനവും തരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മള് പുറത്ത് വരെ ഇറങ്ങണ്ട. അതെ, പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. ഒന്നാമത് ഇപ്പൊ നമ്മൾ ഒരു സാധനത്തിന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. അപ്പം ഈ ഓർഗാനിക് ഫുഡ് വേറെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിന് കാശ് കൂടുതലാണ്. അത് ശരിയാ. സാധാരണ ഒരു ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾസ് നമ്മൾ വാങ്ങുന്നതിനേക്കാളും കാശ് കുറെ കൂടെ പലപ്പോഴും അത് ചെക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ നമ്മള് ഓക്കെ വാങ്ങണോ വേണ്ടയോ, അത് നമുക്ക് ബേസിക്കലി നമ്മൾക്കത് വേണോ എന്നുള്ളൊരു ചോദ്യമാണത്. ആവശ്യമുണ്ടോ? അപ്പൊ അങ്ങനെ നമ്മളൊരു അങ്ങനെ ഒരു ചിന്തിക്കുമ്പോഴാണ് കുർസിഗാറ്റിന്റെ ഒരു വീഡിയോ കണ്ടത്. അത് ഈ ഓർഗാനിക് ഫുഡ് ഹെൽത്തി is better than conventional food. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ട് അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം അവരെന്താണ് അതിനെപ്പറ്റി പറയുന്നത്? അവർ കുറച്ചും കൂടി എനിക്ക് അവർ നോർമലി അവരുടെ വീഡിയോ കാണുന്ന പോലെ തന്നെ അവരെല്ലാ ബേസിക്കലി റിസർച്ച് ഒക്കെ നടത്തിയിട്ടുണ്ടാവും ഇതിനെപ്പറ്റിയുള്ള സ്റ്റഡീസ് എല്ലാം. ബേസിക്കലി നമ്മളൊരു അതൊന്ന് കണ്ട് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ആ വീഡിയോന്റെ ഹെഡിങ് ആണ് ഈസ് ഓർഗാനിക് റിയലി ബെറ്റർ, ഹെൽത്തി ഫുഡ് ഓർ ട്രെൻഡി സ്കാം. അങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് ഹെൽത്തി ഫുഡ് ഓർ ട്രെൻഡി സ്കാം എന്നാ വിളിക്കുന്നത്. അതാണ് ശരിക്കും പറഞ്ഞത് നമ്മൾ എനിക്ക് വീഡിയോ എടുക്കാൻ കാരണം നമുക്കും അങ്ങനെ അത്രയും നോളജ് ഇല്ല ഇതിനെ പറ്റിയിട്ട്. നമ്മൾ ഈ ഷോപ്സിലോ അവിടെ ഇവിടെ ഒക്കെ കാണുന്ന അല്ലാണ്ട് നാച്ചുറൽ ആണ്, നമ്മുടെ മനസ്സിൽ കുറച്ചും കൂടി നല്ല സാധനമാണ്. നല്ല സാധനമാണ്. സ്കാം എന്ന് വിളിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ ശരിക്കും അത് എന്താ നമുക്ക് നോക്കാം. അതിനിപ്പം ക്ലിക്ക് ബൈറ്റിങ്ങിന് വേണ്ടിയുള്ള ആണോ എന്ന് അറിയത്തില്ല. ജസ്റ്റ് നമുക്ക് കണ്ടു നോക്കാം. Over the last few years, organic food has spread like wildfire. Despite higher prices, buying organic is turning from an alternative into a moral and social responsibility. Organic food is supposedly healthier, more natural, and more ethical. But what do we even mean when we say organic? There's no global consensus, so different regions have different definitions and rules. In general, organic food is farmed without GMO seeds, synthetic fertilizers, or synthetic pesticides. Instead, organic farmers use more traditional ways of producing food like crop rotation and use organic fertilizers such as compost or manure. While the motivation to buy organic food is clearly noble, is it actually effective or just another costly trend we can skip without feeling guilty? Is organic food healthier? ശരിക്കും നമ്മള് ഡിസ്കഷനിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അവർ ആ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തേക്കുന്നത്. അതായത് നമ്മൾ ഈ കുറച്ച് നാളായി കണ്ടു തുടങ്ങിയിട്ട് ബേസിക്കലി ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് സാധനങ്ങളോ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്തറ്റിക് പെസ്റ്റിസൈഡ്സോ സിന്തറ്റിക് ഫെർട്ടിലൈസേഴ്സോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ക്ലീൻ ഫുഡ്, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ മനുഷ്യനുണ്ടാക്കിയ ഒരു സാധനങ്ങൾ നമ്മൾ അതിനോട് അപ്ലൈ ചെയ്യുന്നില്ല. എങ്ങനെയാണോ പണ്ട് കൾട്ടിവേഷൻ എങ്ങനെയായിരുന്നു, അഗ്രികൾച്ചർ എങ്ങനെയാണോ ആ ഒരു അപ്പം അത് ശരിക്കും പറഞ്ഞാല് നല്ലതാണോ? നല്ലതാണെന്ന് വെച്ചാൽ നല്ല ഫുഡായിരിക്കും. കാരണം അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല. പക്ഷെ അത് എത്രത്തോളം നല്ലതാണെന്നാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കിയ സാധനങ്ങൾ ആണോ?
നമ്മൾ പഠിച്ചിട്ടുണ്ട്. പറയാം, നമ്മളിവിടെ ഇന്ത്യയില് 1970-80s നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ. ഗ്രീൻ റെവല്യൂഷന്റെ ബേസിക് തന്നെ ഫെർട്ടിലൈസേഴ്സ് ആയിരുന്നു. അത് എന്തുകൊണ്ട്? കാരണം നമ്മുടെ പോപ്പുലേഷൻ അത്രയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും പോപ്പുലേഷന് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന അത്രയും ഫുഡ് നമ്മുടെ ഇവിടെ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും നമ്മുടെ ആൾക്കാർക്കുള്ള, ഇപ്പം നമ്മൾ പറയും, നമ്മൾ കുറെ കേട്ടിട്ടുണ്ട് മറ്റേ ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെ, ഫുഡ് സേഫ്റ്റി അല്ല, മറ്റേ FDA അല്ലേ പറയുന്നത്, അല്ലെ FDA, നമ്മുടെ ഫുഡ് ആൻഡ് ഡ്രഗ്, അതല്ല, നമ്മുടെ എന്താ പറയാ, ഈ റേഷൻ കടയൊക്കെ അതിനൊരു സെൻട്രൽ ടീമില്ലേ റേഷൻ കടയൊക്കെ നടത്തുന്നത്. നമ്മൾ കുറെ വാർത്തകൾ വായിച്ചിട്ടില്ലേ, ഞാൻ പറയാൻ കാരണം, വാർത്ത വായിച്ചിട്ടുണ്ട്. നമ്മള് പഴയ ഈ ഗോതമ്പുകൾ കടലിൽ കളയുന്നു, നശിച്ചു പോയ സാധനങ്ങളൊക്കെ കളയുന്നു. അപ്പോൾ ഓവർ സർപ്ലസ് ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രൊഡക്ഷന്റെ ബേസിക്കലി കാരണം എന്ന് വെച്ചാൽ ഗ്രീൻ റെവല്യൂഷൻ ആയിരുന്നു. നമ്മുടെ പെസ്റ്റിസൈഡ്സും അതിനൊരു കാരണമാണ്, ഫെർട്ടിലൈസേഴ്സും അതിനൊരു കാരണമാണ്. കാരണം നമുക്ക് ഈ പെസ്റ്റ്സ് ഒക്കെ വന്നിട്ട് നമ്മുടെ ഇത് നശിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ലാൻഡിന് ഫെർട്ടിലിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താ പറയാ, ഈ കൾട്ടിവേഷൻ ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് സിന്തറ്റിക് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുമ്പോ അപ്പൊ അത് കുറച്ചും കൂടി. പിന്നെ പലതരത്തിലുള്ള വെറൈറ്റീസ് ഉള്ള സീഡ്സ് നമ്മൾ ഉണ്ടാക്കി, കുറച്ചും കൂടി ജനറ്റിക്കലി മോഡിഫൈഡ് എന്ന് പറയാൻ പറ്റത്തില്ല. ബേസിക്കലി നമ്മൾ മറ്റേ നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ടല്ലോ, ഈ ജനറ്റിക്കലി മോഡിഫൈഡ് തന്നെയാണ്. അത് കുറെ രീതികളുണ്ട് അതിനകത്ത്, ഒരു രീതി മാത്രമല്ല. അപ്പൊ നമ്മൾ നല്ലൊരു ട്രേറ്റ്സ് ഉള്ള സാധനങ്ങൾ മാത്രം എടുത്ത് അതിനെ കൾട്ടിവേറ്റ് ചെയ്ത്, അപ്പൊ നല്ല കുറച്ചും കൂടി ക്വാണ്ടിറ്റിയും സാധനങ്ങൾ വന്നു തുടങ്ങി. അപ്പൊ അങ്ങനെയൊക്കെ വന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു ലെവലിലോട്ട് നമ്മുടെ ഫുഡ് ചെയിൻ, നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയത്. ഫുഡ് ഈസ് അവൈലബിൾ ടു ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. പിന്നെ പൈസന്റെ ഒരു വ്യത്യാസം മാത്രമാണ്. നമ്മള് ഇപ്പൊ ഓക്കെ, നമ്മൾ ഗവൺമെന്റ് ഇപ്പൊ നമ്മള് റേഷൻ കടകളിലൂടെ കൊടുക്കുന്നുണ്ട്, ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പൊ അതിനുള്ള അവൈലബിലിറ്റി നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് അതിനൊരു കാരണം. അതൊരു ബേസിക്കലി അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതായിരുന്നു, ഈ നമ്മള് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, പിന്നെ ഇതുപോലെ മോഡിഫൈ ചെയ്ത സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതൊരു വെച്ചത്. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പം ഓർഗാനിക് ഫുഡ്. തിരിച്ച് പഴയ രീതിയിലോട്ട് തന്നെ പോകുന്ന രീതിയിലാണ് ഈ ഓർഗാനിക് ഫുഡ് വരുന്നത്. നല്ലതാണോ അതോ എങ്ങനെയാണ്? അതോ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ, ഓർ ഇസ് ഇറ്റ് വെരി മച്ച് നെസസറി? അത് ശരിക്കും നമുക്ക് നല്ലതാണോ? പല രീതിയിൽ ഇപ്പൊ പറയാലോ, നമുക്ക് എന്തെങ്കിലും ന്യൂട്രീഷ്യസ് ആണോ, അല്ലെങ്കിൽ നമുക്ക് അത് ശരിക്കും എൻവയോൺമെന്റിന് എന്തെങ്കിലും ഇതുണ്ടോ, നമ്മുടെ ഹെൽത്തിന് എന്തെങ്കിലും അതുകൊണ്ട് ഇമ്പാക്ട് ഉണ്ടോ, അത് നമുക്ക് അതായിരിക്കും അവർ ഡിസ്കസ് ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് കണ്ടു നോക്കാം. One idea associated with organic crops is that their natural cultivation is supposed to make them more nutritious and healthier. Indeed, several studies found that organic foods contain more antioxidants. Plants produce them as a sort of homemade pesticide. Organic plants seem to have to work a little harder, while regular plants have plenty of help from humans. Antioxidants are believed to have some health benefits, although scientists are still on the fence about them in general. We have no idea if and how exactly they help us, or how much produce you'd have to eat to absorb a certain amount. What about organic being more nutritious? Well, the evidence is mixed. Some studies found that organic food can have slightly higher concentrations of vitamin C and omega-3 fatty acids, while others did not find significant differences. Overall, the mixed evidence suggests that there are only small differences in nutritional value. So, from the science available so far, it doesn't look like organic food has significant health benefits. What we do know is that eating fruit and veggies in general is good for you, and most of us don't do that enough. Eating veggies is more important for your health than how they were produced. അപ്പൊ ഇത് തന്നെയാണ് അവർ തുടങ്ങിയത്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു ന്യൂട്രീഷ്യസ് വാല്യൂ ഉള്ളതാണോ? അപ്പം അവർ പറഞ്ഞ പോലെ തന്നെ 2-3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ഓക്സിഡൻസ് ഉണ്ടാവും. പക്ഷെ അതിന്റെ ഒരു കാര്യം കണ്ടു നോക്കി, അത് ശരിക്കും യൂട്ടിലൈസ് അത് ഉണ്ടാക്കുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെസ്റ്റിനെ കളയാൻ വേണ്ടി പ്ലാന്റ്സ് ഉണ്ടാക്കുന്നതാണ്. അതെ. പക്ഷെ മറ്റേത് നമ്മുടെ കൺവെൻഷണൽ വേയില് അത് നമ്മള് പുറത്തുനിന്ന് കുറച്ചും കൂടി അവർക്ക് കൊടുക്കും. നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് അതിൽ അത്രയും പ്രൊഡക്ഷൻ ആവശ്യമില്ല. കാരണം നമ്മൾ പെസ്റ്റിസൈഡ്സ് സാധാരണ അടിക്കുന്നത് കൊണ്ട് പെസ്റ്റിനെ കളയാൻ വേണ്ടി ഒരു ഓവർ വർക്ക് ചെയ്ത് അതിനൊരു സാധനം ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇതിലില്ലാത്തത്.
പിന്നെ സ്റ്റഡീസിൽ വെച്ച് അതുകൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടെന്നാണ് ചിലർ പറയുന്നത്. പക്ഷെ അത് ശരിക്കും പക്ഷെ അത് എത്രത്തോളം ഉണ്ടെന്ന് അതിപ്പോഴും എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് ബേസിക്കലി നമുക്ക് ആ ക്വാണ്ടിറ്റിയാണ് വേണ്ടത്. നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ക്വാണ്ടിറ്റി കിട്ടണമെങ്കിൽ എത്ര നമ്മൾ കഴിക്കണം, നമുക്ക് എഫക്റ്റീവ് എത്രത്തോളം കഴിച്ചാലാണ് നമുക്ക് എഫക്റ്റീവ് ആവുന്നേ, അല്ലെങ്കിൽ അതിന്റെ ഒരു എമൗണ്ട് എത്രയാണെന്ന് നമുക്കറിയില്ല. ഓക്കെ, ആന്റി ഓക്സിഡൻസ് ഉണ്ട്, കൂടുതൽ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് നമ്മുടെ ബോഡിക്ക് എത്ര അത് അതിനകത്തുനിന്ന് ബെനിഫിറ്റ്സ് എടുക്കാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. വി ഡോണ്ട് നോ. പിന്നെ രണ്ടാമത് പറഞ്ഞ വൈറ്റമിൻ സിയും ഒമേഗ 3 ഫാറ്റി ആസിഡും അത് അവരുണ്ടാക്കുന്നുണ്ട് പറയുന്നുണ്ട്. അത് ചില സ്റ്റഡീസിൽ ഉണ്ടെന്ന് പറയും, ചില സ്റ്റഡീസ് ഇല്ലാന്നും പറയുന്നുണ്ട്. അപ്പം അതൊരു കാരണമാണ്. അത് നമുക്ക് ബേസിക്കലി ഉണ്ടോ എന്ന് തന്നെ അറിയത്തില്ല, ക്ലിയർലി ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു അപ്പം അതൊരു കാര്യം. അപ്പം ബേസിക്കലി ന്യൂട്രീഷ്യസ്ലി ആ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു സുപ്പീരിയർ അല്ല. ഇത്ര ഈ വീഡിയോ പ്രകാരം കേട്ടോ, നമുക്ക് അറിയത്തില്ല, ഈ ഒരു വീഡിയോ പ്രകാരം അത്ര ഒരു സുപ്പീരിയർ ഇത് അതിനില്ല. അപ്പം ആ ഒരു ഇതില്ലാത്തത് കൊണ്ട് തന്നെ ആ അത്രയും ഒരു നമ്മൾ ഒരു കാര്യം നമ്മൾ പൈസ കൂടുതൽ കൊടുത്ത് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ സിസ്റ്റം നമ്മൾ തുടങ്ങുമ്പോൾ നല്ല ഡ്രാസ്റ്റിക്കലി ഡിഫറൻസ് വേണം. അല്ലാണ്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അവര് സ്ട്രെസ് ചെയ്ത് പറയുന്നത് whether we can skip it. ആവശ്യമുള്ളവർക്ക് ഓക്കെ, ഈസി ആണ് അവർക്ക് കൺസ്യൂം ചെയ്യാണെങ്കിൽ ഓക്കെ. ബട്ട് എല്ലാരും ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യണോ വേണ്ടയോ എന്നാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. രണ്ടാമത് എങ്ങനെയാലും വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്. അതിപ്പോ ഐദർ ഓർഗാനിക് അല്ലെങ്കിൽ സാധാരണ കൺവെൻഷണൽ ആയിട്ടുള്ളത്. ബേസിക്കലി ആൾക്കാരും ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിച്ചു തുടങ്ങണം. അതാണ് ആൾക്കാർ അവർ പറയുന്നത്. അപ്പം അതിപ്പം എങ്ങനെ അത് അവർ പറയുന്നത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതല്ല, ആ സാധനം നമ്മൾ കഴിക്കുന്നതിനുള്ള കാര്യം. അപ്പൊ ആദ്യത്തെ അവർ പറഞ്ഞത് ന്യൂട്രീഷ്യസിറ്റി അത്ര ഒരു ഇതല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അവർ പറഞ്ഞേക്കുന്നത് ഈസ് ഓർഗാനിക് ഫുഡ് മോർ നാച്ചുറൽ. നമുക്കത് കണ്ടു നോക്കാം എന്താന്ന് പറയുന്നത്. Is organic food more natural? People don't only buy organic to get extra vitamins, but to avoid something toxic, artificial pesticides and fertilizers. And indeed, several studies show that there actually is less pesticide residue on organic produce. But here's where things get complicated. Less pesticide does not mean none at all. While pesticides are supposed to be a last resort in organic farming, they're not forbidden. Most organic pesticides are natural toxins like vegetable oils, potash soap, sulfur or copper sulfates, but there are synthetic substances as well. What's the difference between organic and regular pesticides? Not a lot, actually. Organic pesticides are not necessarily safer than conventional ones. Toxic is toxic, no matter if the substance is manufactured or derived from nature. In fact, in the case of copper sulfate, often used on organic apples, the organic pesticide of choice is actually more harmful to humans. The toxicity of any substance depends on its concentration and your exposure to it, not if it's natural or not. There are few recent studies about how our current level of pesticide exposure affects our long-term health. A 2018 study from France associated never eating organic food with a higher risk of certain cancers. The study was criticized a lot, though. The participants reported their dietary habits themselves, while no actual tests of pesticide levels in their bodies were done. Complicating things even more, a Danish study from 2018 found that the danger from pesticides for an adult was similar to drinking a glass of wine every 3 months. The pesticides on your vegetables are nothing to lose sleep over. Despite this, we should continue to demand strict standards for our food. All pesticides are regulated and tested very strictly in the EU and the US. Every year, thousands of food samples are screened for pesticides. The majority of samples have no residues or just a fraction of the tolerance level. Right now, contamination from bacteria and fungi is much more dangerous. And on this front, the risk is the same, be it organic or regular food. Is organic food better for the environment? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ അവർ ആൻസർ ചെയ്തത് ഈസ് ഓർഗാനിക് ഫുഡ് മോർ നാച്ചുറൽ. നാച്ചുറൽ എന്ന് വെച്ചാൽ അവര് കൺവേ ചെയ്യാൻ നോക്കിയത് പെസ്റ്റിസൈഡ്സിന്റെ യൂസേജ്. അപ്പം
അതൊരു ഐ ഓപ്പണർ ആയിരുന്നു. അവരും ശരിക്കും പറഞ്ഞാൽ ഓർഗാനിക് ഫുഡിൽ അവര് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ എന്റെ ഇമാജിനേഷനിൽ എങ്ങനെയാണെന്ന് അറിയോ, ഓർഗാനിക് ഫുഡ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഓർഗാനിക് ഫാം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോവാം, ചുമ്മാ പ്ലക്ക് ചെയ്യാം, അങ്ങനെ കഴിക്കാം, നമ്മൾ ആഡ്സിലൊക്കെ കാണുന്ന പോലെ അല്ലെ. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഇപ്പൊ ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല യൂറോപ്യൻ യുഎസിലാണ് പറയുന്നത്. റെഗുലേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ പെസ്റ്റിസൈഡ്സ് ഉണ്ട്, നാച്ചുറൽ പെസ്റ്റിസൈഡ്സ് ആണ്. അവർ പറയുന്ന ടോക്സിൻസ് നാച്ചുറൽ ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ആണെങ്കിലും ടോക്സിൻ തന്നെയാണ്. നമുക്കത് ഹാംഫുൾ ആണ്, നമ്മളത് കൺസ്യൂം ചെയ്ത്. അതിന്റെ ക്വാണ്ടിറ്റി ആണ് എന്റെ പ്രശ്നം. നമ്മൾ എത്ര നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് പ്രശ്നം. അത് എത്രയാണ് നമ്മുടെ ശരീരത്തിൽ പോകുന്നതെന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫുഡ് സ്റ്റാൻഡേർഡ്സ് മാറ്റുകയാണ് ചെയ്യേണ്ടത്. എത്ര പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാന്നുള്ള സ്റ്റാൻഡേർഡ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ കൂടി വരണം, എത്ര നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. അപ്പം ആ ഒരു കാര്യത്തില് എനിക്ക് തോന്നുന്നത് ഇതിൽ വലിയ വ്യത്യാസമില്ലെന്നാണ് പറയുന്നത്. സോ ഓക്കെ, അവരാദ്യം പറയുന്നുണ്ട് നമ്മൾ സ്ക്രീൻ ചെയ്യുമ്പോൾ ഓർഗാനിക് ഫുഡിൽ പെസ്റ്റിസൈഡ്സിന്റെ ക്വാണ്ടിറ്റി കുറവാണ്, റെസിഡ്യൂസ് കുറവാണെന്ന് പറയുന്നുണ്ട്, നോർമലി കൂടുതലാണ്. പക്ഷെ അവര് യൂസ് ചെയ്യുന്നുണ്ട്. അവർ പറയുന്ന ഏതൊരു കോപ്പർ സൾഫേറ്റോ ഏതോ സാധനം ഓർഗാനിക് ആപ്പിൾസ് യൂസ് ചെയ്യുന്ന സാധനമാണ്. അത് മോർ ഹാംഫുൾ ആണ് പറയുന്നത്. അതവര് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ അപ്പം അവർ പെസ്റ്റിസൈഡ്സ് ഫ്രീ അല്ല ശരിക്കും ഓർഗാനിക് ഫുഡ്. പെസ്റ്റിസൈഡ്സ് ഉണ്ട്. പിന്നെ അത് ചില സമയത്ത് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഹാംഫുൾ ആണെന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ അവർ പറയുന്നത് വെച്ചാൽ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അത് വരുന്നതാണ്, മീൻസ് ഓക്കെ എങ്ങനെ നമ്മളത് എത്ര ക്വാണ്ടിറ്റി നമ്മുടെ ശരീരത്തിൽ വരുന്നതാണ് അതിന്റെ പ്രശ്നം. പിന്നെ അടുത്ത വർഷം അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ സ്റ്റഡീസിനനുസരിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പെസ്റ്റിസൈഡ്സിന്റെ അത്ര നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നമ്മളെ പെസ്റ്റിസൈഡ് കുടിക്കുന്ന വെച്ചാൽ 3 ദിവസത്തിൽ ഒരിക്കലും ഒരു വൈൻ 3 മാസത്തിൽ ഒരു ഗ്ലാസ് ഓഫ് വൈൻ കുടിക്കുന്ന അത്ര ഒരു എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ആ പെസ്റ്റിസൈഡ് കൊണ്ട് നമ്മൾ ഉണ്ടാകുന്നുള്ളൂ. കാരണം നമ്മൾ യൂസ് ചെയ്യാൻ നമ്മൾ ഗവൺമെന്റ് അലോ ചെയ്തിരിക്കുന്ന പെസ്റ്റിസൈഡ്സ് നമ്മുടെ ശരീരത്തിൽ അത്രയും ഹാംഫുൾ എഫക്ട് ഉണ്ടാകുന്നില്ല. നമ്മൾ DDT ഒക്കെ ബാൻ ചെയ്തല്ലോ, കാരണം അത് ബയോമാഗ്നിഫിക്കേഷൻ വരും, അതായത് പിന്നെ നമുക്കും അത് നല്ലതല്ല, ഒത്തിരി അധികം ഹാംഫുൾ ആണ്. അതുകൊണ്ട് അത് നമ്മൾ അലോ ചെയ്തേക്കുന്ന സാധനങ്ങളൊക്കെ ഹാംഫുൾ ആയിരിക്കും കുറെ ക്വാണ്ടിറ്റി കൂടി കഴിഞ്ഞാൽ. ആ ഒരു ബേസിക് ഇതിൽ താഴെ നിൽക്കുവാണെങ്കിൽ ഓക്കെ. ഇപ്പൊ അവർ പറഞ്ഞില്ല യുഎസും EU യൂറോപ്യൻ യൂണിയനൊക്കെ അവര് എവറി ഇയർ അവര് സ്ക്രീൻ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകണം. ഓക്കെ, അതൊരു പ്രശ്നം. നമ്മൾ ചില സമയത്ത് വീഡിയോ കണ്ടിട്ടില്ല, നമ്മുടെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന മാംഗോസിലൊക്കെ ഇത് പെസ്റ്റിസൈഡ്സ് കൂടുതലായതുകൊണ്ട് അവർ തിരിച്ചയക്കും. ആ ഒരു ബേസിക് ഇത് നമ്മൾ ചെയ്യണം. അപ്പം ആ ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഓക്കെ, ഇപ്പൊ ഈ ഓർഗാനിക് ഫുഡിൽ അവർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ എത്ര യൂസ് ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല. ഓക്കെ, അങ്ങനെ സ്റ്റഡീസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല, നമ്മൾ വായിച്ചു നോക്കണം. കാരണം ഇത് ബേസിക്കലി അവർ യൂറോപ്പും US ആണ് അവർ ബേസിക്കലി എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ രീതിയിലും ഇതിന് വലിയ വ്യത്യാസം ഉണ്ട്. ഓക്കെ, ചെറിയ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ അത്ര വലിയ വ്യത്യാസങ്ങളില്ല പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ അവർ ചോദിക്കുന്നത്, ഈസ് ഓർഗാനിക് ഫുഡ് ബെറ്റർ ഫോർ എൻവയോൺമെന്റ്? നമ്മള് എന്താണ് ജിനുവിന്റെ അഭിപ്രായം? എൻവയറമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഓർഗാനിക് ഫുഡ് ആണല്ലോ, അപ്പൊ എൻവയറമെന്റ് ആയിരിക്കുമല്ലോ. നമ്മൾ യൂസേ ചെയ്യുന്നില്ല, സിന്തറ്റിക് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നില്ല. സിന്തറ്റിക് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നില്ല ഒന്ന്. രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഓക്കെ, ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. ബെറ്റർ ഫോർ എൻവയോൺമെന്റ് എന്നുള്ളത് നമുക്ക് ഇത്രയും വെച്ച് നോക്കുമ്പോൾ ഒരു ഫുഡ് അത്രയും വലിയൊരു ഇമ്പാക്ട് മാറ്റുന്നില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ എൻവയോൺമെന്റിന്റെ ഒരു എഫക്ട് പറയുമ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, many are more prone towards this trend because അവർ വിചാരിക്കുന്നത് ഇതൊരു നോബൽ കോസ് ആണ്, എൻവയറമെന്റിനും നല്ലതാണ്, നമുക്കും നല്ലതാണ്, അപ്പം ഒരു ഗിൽറ്റ് ഫ്രീ യൂസേജ് ഓഫ് ഫുഡ് ആണ്. ആദ്യത്തെ 2 കാര്യങ്ങൾ അവർ പൊളിച്ചു എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ഓക്കെ, അത് നല്ലതാണ്, പക്ഷെ അത്രയ്ക്കും നല്ലതാണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. ഓക്കെ, ആ ഒരു കാര്യം. രണ്ടാമത്തെ അപ്പം അത് വെച്ച് നോക്കുമ്പം ഇത് ഒരു ഇതല്ല, എന്നാ പറയാ, നെസസിറ്റി അല്ല. അത് വെച്ച് നോക്കുമ്പോൾ അതൊരു അത്രയ്ക്കും ഒരു ഇമ്പോർട്ടന്റ് അതേ ഓർഗാനിക് നമ്മൾ ഫോളോ ചെയ്യണം. ആ ട്രെൻഡ് തന്നെ ഫോളോ ചെയ്യണം. അത് ഫോളോ ചെയ്യാത്തവര് അയ്യോ നമുക്കൊരു ഗിൽറ്റ് വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ഈസ് ഓർഗാനിക് ഫുഡ് ബെറ്റർ ഫോർ ദ എൻവയോൺമെന്റ്? നമുക്കത് കണ്ടു നോക്കാം.
In 2017, a meta-analysis looked at organic farming in detail and analysed organic and regular foods from over 700 production sources and their impact on categories like greenhouse gas emissions, energy consumption and land needs. The result? No production method is clearly better for the environment. Organic systems use less energy than conventional ones, but have similar greenhouse gas emissions. Organic farms use less pesticide, but need much more land to produce the same amount of crop. These mixed results were also confirmed by a report from the Swedish Food Agency. Organic and regular were equal in most regards. The biggest difference was land use, and here conventional farming clearly won, and ecotoxicity, where organic farming has a clear advantage. So according to these results, conventional farming actually has a little bit less impact on the environment compared to organic. The bottom line is, organic food isn't superior to regular produce as far as we know. But organic agriculture also has an impact at a broader level. Demand is rising constantly, and the struggle to supply the market can lead to production methods that are less sustainable in other ways. Spain, for example, grows tons of regular and organic vegetables destined for export in vast greenhouse areas which use a lot of energy and have other environmental impacts, such as significantly higher greenhouse gas emissions. And because growing demand can't be covered by domestic production, the global trade in organic foods is also increasing. As supply chains get more and more complex to make all kinds of foods available in organic quality, ensuring organic quality standards and regulations gets ever more difficult. This has led to incidences of fraud where conventional food was labelled and sold as expensive organic produce. But organic versus conventional food isn't even an objective discussion. Organic is not simply a production method, for many it's an ideology. Buying organic feels right. People want to do the correct thing for the health of their children and the well-being of the planet. But our instinct to think of organic as good and conventional as bad can get in the way of making the most reasonable decision. The solution could be to stop seeing organic and conventional farming as irreconcilable. They both have pros and cons, and the best way to produce healthy food efficiently would be a combination of their best features. And as for your personal shopping, what food you should buy depends on what you expect from it. If you simply want to eat healthily, you should buy more fruit and veggies of any kind, not necessarily organic. If your concern is for the environment, then simply buying organic won't solve this problem for you. The easiest option is to buy local food that's in season. Basically, seasonal is the true organic. To sum up, an organic label is a manufacturing notice, not a security certificate or a silver bullet for your diet. What you eat is much more important than how it's produced. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഒന്ന്, കാരണം ഈ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ള സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അത്രയും സ്ഥലം വേണ്ടി വരും. കാരണം കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് പ്രശ്നം ഉള്ളതെന്ന് വെച്ചാൽ എല്ലാ കൺട്രീസിലും ക്വാണ്ടിറ്റിയാണ് വേണ്ടത്, സ്ഥലമാണ് ഇല്ലാത്തത് നമുക്ക്, അല്ലേ? പ്ലേസ് ഇല്ല, അപ്പൊ പിന്നെ ക്വാണ്ടിറ്റിയും കൂടുതൽ വേണം. ആൾക്കാർ കാരണം പോപ്പുലേഷൻ ഇസ് ഓൾസോ ഇൻക്രീസിങ്, അപ്പം ഡിമാൻഡ്സ് കൂടുവാണ്, അപ്പൊ നമുക്ക് സ്ഥലം കൂടുതൽ വേണം. അപ്പം ഈ ഓർഗാനിക്, എല്ലാരും ഓർഗാനിക്കിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പം അതൊരു കാര്യമുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, സ്പെയിനിന്റെ ഒരു എക്സാമ്പിൾ അവർ പറഞ്ഞ ഓർമ്മയുണ്ടോ? അവര് ഓർഗാനിക് ഫാമിംഗ്, ഓർഗാനിക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അവര് ഗ്രീൻ ഹൗസ് ഇതുണ്ടാക്കിയിട്ട് അതാണ്. പക്ഷെ അതുകൊണ്ട് അവര് ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ പൊല്യൂഷൻസ് കൂടുതലാണ്. അങ്ങനെ വരുമ്പോ എൻവയോൺമെന്റിന് അത് പ്രശ്നമാണ്. ലാൻഡ് കൂടുതൽ ആവശ്യമുണ്ട്, അതും എൻവയോൺമെന്റിന് പ്രശ്നമാണ്. അപ്പം ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ലാൻഡിന്റെ കാര്യത്തിൽ എങ്ങനെയായാലും കൺവെൻഷണൽ ഇതാണ് നല്ലത്. രണ്ടാമത്തത് ഓക്കെ, പെസ്റ്റിസൈഡിന്റെ കാര്യത്തിൽ ഓർഗാനിക് ആണ് നല്ലത്, കാരണം അവർക്ക് ആ ക്വാണ്ടിറ്റി കുറവാണ്. അപ്പോൾ ഓവറോൾ പക്ഷെ നോക്കുവാണെങ്കിൽ അത് ഒരു ഇതല്ല, രണ്ടിലും പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ടും ഓക്കെ, രണ്ടും അത്ര ഓക്കെ, എല്ലാം നല്ലതാണ്. പക്ഷെ നമ്മൾ ഒന്നിനും അങ്ങനെ റൂട്ട് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഓർഗാനിക് ആണ് നല്ലത്. നമ്മള് അതെ, നമ്മളിപ്പം ഓർഗാനിക് അല്ലെങ്കിൽ ഇത് നമ്മളിപ്പം പുറത്താണെങ്കിലും സ്റ്റോഴ്സിലൊക്കെ കാണുമ്പം
നമുക്ക് എങ്ങനത്തെ ഇതാ വരുന്നതെന്ന് വെച്ചാൽ ഓർഗാനിക് ആണ് നല്ലത്, മറ്റേതെന്ന് വെച്ചാൽ അയ്യോ അത് ഏറ്റവും പന്ന സാധനമാണ് കഴിക്കുന്നത് ചിന്തയാണ് ആൾക്കാരുടെ നമ്മുടെ മനസ്സിൽ ഇവര് മാർക്കറ്റും ചെയ്യുന്നത്. മാർക്കറ്റ് ചെയ്യുന്നത്. അതെ അതെ, ഓർഗാനിക് കഴിച്ചാൽ നമുക്ക് ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്, മറ്റേത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര മോശമാണ്. മോശമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ സാധനം കാണുമ്പോഴും നമുക്ക് ആ ഒരു ചിന്തയെ വരുന്നുള്ളൂ. നമ്മളെ കഴിക്കുന്നത് എല്ലാം ചീത്തയാണ്, ഇത്രയും നാള് കഴിച്ചോണ്ടിരിക്കുന്നത് എല്ലാം ചീത്തയാണ്, ഇതാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഞാൻ എന്തോ കൺസ്യൂമർ എനിക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മള് അവർക്കറിയാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മള് എത്ര കാശ് വേണമെങ്കിലും ചെലവാക്കും, എന്തും നമ്മൾ സാക്രിഫൈസ് ചെയ്ത് ചെയ്യും. സോ ദേ ആർ യൂസിങ് ദോസ് തിങ്സ്. ആ വീക്ക്നെസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളങ്ങനെ അത്രയും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ ആസ് എ പേരന്റ് നമ്മൾ തിങ്ക് ചെയ്യില്ല, അയ്യോ നമ്മള് നമ്മുടെ കൊച്ചിന് എന്താണ് കൊടുക്കുന്നത്, അപ്പം വിൽ ട്രൈ ഓക്കെ എന്നാ പിന്നെ ഞാൻ ഓർഗാനിക് ഫുഡിലേക്ക് മാറാം. അതായിരിക്കും നമ്മള് ആസ് എ കോമൺ പേരന്റ് നമ്മൾ അങ്ങനെ നമ്മുടെ അങ്ങനെ ഓട്ടോമാറ്റിക്കലി അതിലോട്ട് മാറും. സാധാരണ എന്തോ വലിയ തെറ്റാണ്, നമ്മൾ വാങ്ങും, നമുക്ക് എന്തോ പ്രശ്നമാണ്, ഓക്കെ നമ്മുടെ ഹെൽത്തിന്, നമ്മുടെ പിള്ളേരുടെ ഹെൽത്തിന് എന്തോ പ്രശ്നം നമ്മൾ കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ചിന്തകൾ മനസ്സിൽ വരും നമ്മുടെ ഹെൽത്തിന്. അപ്പൊ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം ആ ഒരു കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അവര് പറയുന്ന പോലെ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതല്ല, എന്ത് കഴിക്കുന്നു എന്നുള്ളതാണ് ബേസിക്കലി. പിന്നെ ഒരു കാര്യം കൂടി മെൻഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ സപ്ലൈ ചെയിൻ. അതാ പറഞ്ഞു, സപ്ലൈ ചെയിൻ. അത് ഒരു അടുത്ത കാര്യം പറഞ്ഞേ, എല്ലാം വാങ്ങുന്നു ഓർഗാനിക് ആണെന്ന് ഉറപ്പില്ല, അറിയത്തില്ല. അതിലും പറഞ്ഞില്ലേ വെട്ടിപ്പൊക്കെ നടക്കുന്നു. ഇത്ര ഡിമാൻഡ് വരുമ്പം അതിനുള്ള സപ്ലൈ ഇല്ലെങ്കിൽ അവര് ഇല്ലാത്ത സാധനങ്ങൾ ഓർഗാനിക് എന്ന് പറഞ്ഞു വെക്കും. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യാനുള്ള ഞാൻ പറയുന്നത് ഓക്കെ, ഇപ്പൊ നമ്മുടെ ലാബ്സിലൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഓക്കെ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇസ് ഓർഗാനിക്, അതോ കൺവെൻഷണൽ വേയിലാണോ അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു കോമൺ മാനിലേക്ക് അത് എത്തുമ്പം അതിലൊരു സ്റ്റിക്കർ ഉണ്ട് ഓർഗാനിക് ഫുഡ് എന്ന് പറയുന്നത്. നമ്മൾ വിശ്വസിച്ചു, നമുക്കത് അറിയത്തേ ഇല്ല ഓർഗാനിക് ആണ് കൺവെൻഷനൽ ആണോ നമുക്ക് അറിയത്തില്ല. അപ്പം ഇത്രയും ഡിമാൻഡ് വരുമ്പം നമ്മൾ പറഞ്ഞിട്ടേ ആ ഒരു എവിടുന്ന് അവര് കൊടുക്കും അത്രയും. അപ്പം അവർ വളരെ കളത്തരങ്ങൾ കാണിക്കും. നമ്മൾ വാങ്ങുന്നതെല്ലാം ഓർഗാനിക് ആണെന്നുള്ള ഉറപ്പില്ല. അതെ, ചുമ്മാ സ്റ്റിക്കർ ഒട്ടിച്ചു. നമുക്ക് ഇപ്പൊ കോമൺ മാനിന് അത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതുമില്ല, നമുക്ക് അറിയത്തേ ഇല്ല. നമുക്ക് ഓർഗാനിക് ആണെന്ന് തരുന്നു, നമ്മൾ വാങ്ങുന്നവരും വാങ്ങുന്നു, അറിയത്തില്ല നമുക്ക്. ഓക്കെ, കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനം അവർ പോളിഷ് ഒക്കെ ചെയ്ത് വെച്ച് ഓർഗാനിക് ആണെന്ന് ചോദിച്ചാൽ ഓർഗാനിക് ആണ്. ഇവിടെ ചെക്ക് ചെയ്തതിനുള്ള സാധനങ്ങളുണ്ട്. പെസ്റ്റിസൈഡ് ചെക്ക് ചെയ്യാൻ തന്നെ മര്യാദയ്ക്ക് നോക്കുന്നില്ല. അപ്പോൾ ഓർഗാനിക് ആണ് എല്ലോ എന്ന് അറിയത്തില്ല. ഇപ്പൊ നമ്മള് ബ്ലൈൻഡ്ലി അത് ഓർഗാനിക് എന്ന് പറയുന്നു, വാങ്ങുന്നു. അപ്പൊ നമുക്കതിനെ പറ്റി ഉറപ്പില്ല. നമ്മൾ ഡയറക്റ്റ് ഫാമിൽ പോയിട്ടൊന്നുമല്ലോ വാങ്ങുന്നത്, നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്നത്. അത് മാത്രല്ല, ഇപ്പൊ സപ്ലൈ ചെയിൻ ഒക്കെ നമ്മൾ നോക്കുമ്പം അത് പ്രിസർവ് ചെയ്യാനുള്ള കോസ്റ്റ് വളരെ കൂടുതലാണ്. ഓർഗാനിക് ഫുഡൊക്കെ നമുക്ക് പ്രിസർവ് ഒക്കെ ചെയ്യാനുള്ള വേസ് അത് കാരണം ഇപ്പൊ നമ്മുടെ GMOയിലൊക്കെ എനിക്ക് തോന്നുന്നു കുറെ ഫാമേഴ്സിന്റെ ഹെൽപ്ഫുൾ ആയിട്ട് ഇപ്പൊ സ്റ്റോറേജ് കുറച്ച് നാള് കൂടുതൽ സ്റ്റോർ ചെയ്യാനുള്ള അതുപോലത്തെ വെജിറ്റബിൾസ് ഒക്കെ വരുന്നുണ്ട്, സീഡ്സും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പം അത് വെച്ചൊക്കെ നോക്കുമ്പോൾ ഉണ്ടാകത്തില്ല. പിന്നെ അവർ പറഞ്ഞ ഫംഗസിന്റെ ഒക്കെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അവര് നമ്മൾ ഹാർംഫുൾ എഫക്ട്സ് വരുന്നത് ഒക്കെ ആയിട്ട് വരുന്നതാണ്. അത് അതിപ്പോ രണ്ടിലും കണക്കാണ്. അപ്പം അത് വെച്ച് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ എന്റെ ജനറൽ കൺസേൺ ഇതാണ്, ഇപ്പം അത് കോമൺ മാനിലേക്ക് അത് എന്തായാലും എത്താൻ പറ്റുമോന്ന് എനിക്ക് ഇനി ഇൻ ഫ്യൂച്ചർ ഓൾസോ ഇപ്പൊ നമുക്ക് പറയാം ഓക്കെ ഓർഗാനിക് ഫുഡ് കുറെ നമ്മൾ ഉണ്ടാക്കുമ്പോഴേക്കും നമ്മുടെ നോർമൽ ഫുഡ് പോലെ തന്നെ കൺവെൻഷണൽ ഫുഡ് തന്നെ എല്ലാവരിലേക്കും എത്തുമെന്ന് നമുക്ക് അങ്ങനെ ഫ്യൂച്ചറിലേക്ക് പറയാൻ പറ്റത്തില്ല. ഓൾവേസ് സ്റ്റേ എക്സ്പെൻസീവ്, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യുന്ന ഓർഗാനിക് ഫുഡ് വാങ്ങുന്ന ആൾക്കാരെ അല്ലാത്തവരും അതന്നെ ആ രണ്ട് ക്ലാസ്സിന് ഒരു ഡിവിഷൻ കൊണ്ടുവരുന്ന പോലെയാണ് പ്രശ്നം. ഓക്കെ, ഓർഗാനിക് ഫുഡ് വാങ്ങുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ അതാണ് നല്ലത്, അത് മാത്രമാണ് കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവര് ഇതും കൂടി സ്ട്രെസ് ചെയ്യും. ഇപ്പം ഓക്കെ അത് എൻവയറമെന്റിന് നിങ്ങൾ ഹാംഫുൾ ഇതാണ് കൊടുക്കുന്ന കൺവെൻഷണൽ ഫുഡ് നിങ്ങൾ വാങ്ങുമ്പം അത് എൻവയറമെന്റിനും കൂടി നിങ്ങൾ കൊല്ലുവാണ്. പക്ഷെ എൻവയറമെന്റിനും മോശമാണ്, കാരണം അവർ അത്രയും ഇല്ലല്ലോ.
എല്ലാം നോക്കുമ്പോൾ എൻഡ് ഓഫ് ദി ഡേ രണ്ടിനും പ്രോസും കോൺസും ഉണ്ട്. ഏതാണ് നല്ലതെന്ന് നമ്മൾ നോക്കി നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ വാങ്ങുക. അതിന് നമ്മൾ വേറെ ഏതെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മോർ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടുതൽ കഴിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. സോ ബെസ്റ്റ് വേ അവര് പറയുന്നത് എന്താണ് ഓർഗാനിക് എന്ന് പറയുമ്പോൾ അവര് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സീസണൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ആ സീസണിൽ കിട്ടുന്ന സാധനങ്ങൾ വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. കിട്ടുന്ന സാധനം നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിക്ക് നല്ലതായിരിക്കും. കാരണം ആ സീസണിൽ ഉണ്ടാവുന്ന ഇപ്പൊ നാച്ചുറലി ഒരു നേച്ചറിൽ നമുക്ക് ആ സീസണിൽ ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന നമ്മുടെ ബോഡിക്ക് അത് എസെൻഷ്യൽ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ആ സീസണിൽ ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ ആ സമയത്ത് അത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അത് നമുക്ക് ബെനിഫിറ്റ്സ് തരും നല്ല രീതിയിൽ. സീസൺ ഈസ് ആക്ച്വലി ഓർഗാനിക് ആണ് അവർ അവസാനം എൻഡ് ചെയ്യുന്നത്. അപ്പം ഇത് നല്ലൊരു ടോപ്പിക് ആയിരുന്നു. ഒരു ഐ ഓപ്പണർ ആയിരുന്നു ചില കാര്യങ്ങളിൽ. നമ്മൾ വിചാരിച്ചോണ്ടിരിക്കുന്ന ഓർഗാനിക് ഫുഡിന്റെ ഒരു കൺസെപ്റ്റ് തന്നെ ഓർഗാനിക് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓർഗാനിക് ആണ്, പക്ഷെ നമ്മൾ വിചാരിച്ചല്ലായിരുന്നു ഓർഗാനിക്. എൻവയോൺമെന്റലോ ന്യൂട്രീഷണലിലോ നാച്ചുറൽ രീതിയിൽ ഒന്നും ഒരു അത്രയും സുപ്പീരിയറിറ്റി നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതെ. പിന്നെ ഇപ്പൊ സാധാരണ നമ്മൾ എല്ലാരെയും പറ്റി ആലോചിക്കണല്ലോ അല്ലെ. അത് ഗിൽട്ട് വേണ്ട ആവശ്യമേ ഇല്ല. അത് ഓർഗാനിക് ആണോ അല്ലയോ നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. സാധാരണ നമ്മൾ വാങ്ങുക, കഴിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ വളർത്താം. അതായിരിക്കും ഏറ്റവും നല്ല ഓർഗാനിക് ഓപ്ഷൻ. പറ്റുന്ന പോലെ അതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അതെ, നമ്മള് ലോക്ക്ഡൌണിന്റെ സമയത്ത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ വേണമെങ്കിൽ ഒരു കാർഡ് നമ്മൾ മുകളിൽ കൊടുക്കുന്നുണ്ട്. കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട കമന്റ് അടിക്കുക, കമന്റ് ചെയ്യുക, കമന്റ് അടിക്കുന്നുണ്ടോ, കമന്റ് ചെയ്യുക. ഓക്കെ. അപ്പം അതും നല്ല നമ്മുടെ വീട്ടിൽ തന്നെ അതിന് വേറൊരു സസ്റ്റൈനബിൾ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമ്മൾ ഉണ്ടാക്കിയൊരു സാധനം ഫുൾ വലിയ ക്വാണ്ടിറ്റിയിലൊന്നും വേണ്ട, ചെറിയ പലപ്പോഴും കഴിക്കാൻ രീതി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പം അതൊക്കെ സസ്റ്റൈനബിൾ വേ ആണ്. അപ്പം അത് നമുക്ക് പിന്നെ പറയാം ഓക്കെ ഓർഗാനിക് ആണെന്ന്. അതിന് നമുക്ക് 100% ഷുവർ ആണ്. അത് ഓർഗാനിക് ആണോ നാച്ചുറൽ ആണോ എന്നുള്ള യൂസ് ചെയ്യുന്നതൊക്കെ ഡിഫറൻസ് ആണ്. നമ്മൾക്ക് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമ്മളത് വർക്ക് ചെയ്യുന്നത്, നമ്മൾ ഉണ്ടാക്കിയെന്നുള്ള സാധനത്തിനുള്ളിൽ. അപ്പം അത് ഓക്കെ. ഈ ഡിസ്കഷൻ വേറെ പുറത്തുനിന്നുള്ള ഓർഗാനിക് നമുക്ക് പിന്നെ പറയാൻ പറ്റത്തില്ല ഇനിയിപ്പം. അത് പക്ഷെ ഓർഗാനിക് അങ്ങനെ വാങ്ങേണ്ട ആവശ്യമോ ഇല്ല. അതാണ് എന്റെ ഒരു മെയിൻ ആയിട്ട് സംസാരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഗുഡ്, ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, അല്ല എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മളത് കൺസ്യൂം ചെയ്യുന്നില്ലെങ്കിൽ നമ്മളത് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഗിൽറ്റ് ഫീല് നമ്മൾ സാധാരണ കഴിക്കുന്നതിന് നമ്മുടെ ഹെൽത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ നമ്മളത് മര്യാദയ്ക്ക് കഴുകി നല്ല രീതിയിലൊക്കെ ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ടോപ്പിക്ക് നല്ല ടോപ്പിക്കായിരുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അതിനെ പറ്റിയുള്ള അതിന്റെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഓർഗാനിക് ആണോ നാച്ചുറൽ കൺവെൻഷണൽ ആണോ നിങ്ങൾക്ക് ഇഷ്ടം? അതെ, നിങ്ങൾ അതിന്റെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാത്ത എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജ്, പ്രോസ് ഓർ കോൺസ് ഫോർ ബോത്ത്, അപ്പം പറയാം. ഓർഗാനിക് കുറച്ചും കൂടി നല്ലതാണെന്ന് ഉള്ള എവിഡൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ. അപ്പം ഇതുപോലത്തെ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. നിങ്ങളൊരു ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കൂടുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.